announcing Vinod Moore as the head music evaluator. It's my duty to extend warm welcome to him. I hereby welcome Mr. Sharat to our Swati Music Dance, and this is very good. We would like to welcome our own important personalities, Dr. Madanadi and Mr. Babuswamy. But just as a formal way of doing it, I welcome Dr. Madanadi and Mr. Babuswamy. Thank you very much. And one more, I would like to welcome all of you. Not just you, and everybody who are going to attend today, tomorrow, day after tomorrow. Thank you. Thank you, sir. ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് സാമി മ്യൂസിക് ഡയസിന്റെ പ്രസിഡന്റ് ഡോക്ടർ DF സർവോത്തമൻ നെടുങ്ങാടിയാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിനീത നമസ്കാരം. 23 കൊല്ലം മുമ്പേ ജന്മമെടുത്ത ചെറിയ ചെറിയ പിഞ്ച് കാൽപാദങ്ങൾ കൊണ്ട് പിച്ച വെച്ച് നടന്ന് ഒരു വലിയ ദൂരം താണ്ടി ഇന്ന് 23-ന്റെ സുവർണ ആഘോഷം. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞാൻ ശ്രീ ശരത്തിനോട് പറയുമായിരുന്നു, ഞങ്ങൾ സിൽവർ ജൂബിലി, വളരെ ക്ഷേമമായിട്ടുള്ളൊരു കാര്യമാണ്. സിൽവർ ജൂബിലി ഷഷ്ടിപൂർത്തി എന്നൊക്കെ പറഞ്ഞത് വളരെ ക്ഷേമമാണ്. അതുപോലെ അത് ആഘോഷിക്കാനാണ്. 23 കൊല്ലം ഈ മഹാമഹം കെട്ടിക്കാഴ്ച കൊണ്ടു നടക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ചാരിതാർത്ഥ്യജനകമാണ്. 980-ന്റെ അവസാന ഭാഗങ്ങളിൽ സ്വാതി തിരുനാൾ തിരുമനസിനെതിരായി സംഗീത ലോകത്ത് ഒരു അപശബ്ദം, അപസ്വരം വളരെ വ്യാപകമായി നടന്നിരുന്ന ഒരു കാലത്ത് അതിനെതിരെ ഇല്ലെങ്കിൽ അതിന് കേരളത്തിൽ ഭരണം നേടിയ കേരളത്തിൻ്റെ സ്വന്തമായ സ്വാതി തിരുനാളിന് എതിരായിട്ട് ഈ ഒരു അവസരത്തിനെ അമർച്ച ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു സ്വാതി മ്യൂസിക് ഡയസ് തുടങ്ങിയപ്പോൾ. ഈശ്വരാധീനത്താൽ ആ അവസരം ജനിച്ച അല്പം കഴിഞ്ഞ് ഒരു നാച്ചുറൽ ഡെത്ത്, സാധാരണ മരണം ശതവണം നിന്നു. അങ്ങനെ തുടങ്ങിയതാണ് ഈ സഭ. ഈ സഭ തുടങ്ങിയപ്പോൾ വേറൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു, കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന് പറയും. മറ്റു വലിയ സംഗീത വേദികളിൽ യാതൊരു വിധത്തിലും അവസരം കിട്ടാതെ ഇങ്ങനെ ഉഴന്നു നടക്കുന്ന സാമർഥ്യവും ഈ ഈശ്വരാനുഗ്രഹവും എല്ലാം സ്വായത്തമായിട്ടുള്ള കലാകാരന്മാർക്ക്, പ്രത്യേകിച്ചും യുവ കലാകാരന്മാർക്ക് ഒരു വേദി ഒരുക്കുക എന്നതുകൂടി സ്വാതി മ്യൂസിക് ഡയസിന്റെ പ്രമാണലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഈ തീയതി വരെയും ഈ 23-ാം വാർഷികം വരെയും അത് ഞങ്ങൾക്ക് പുലർത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ കൃതാർത്ഥതയോടുകൂടി നിങ്ങളെ ധരിപ്പിക്കുകയാണ്. ഇന്ന് പേരെടുത്ത് നിൽക്കുന്ന പല സംഗീത കലാകാരന്മാരും സുധാകൃഷ്ണ ഉദാഹരണം, ഉണ്ണികൃഷ്ണൻ അദ്ദേഹം മദ്രാശിയിൽ പൊന്തി വരുന്ന കാലത്താണ് 987-ലോ സ്വാതി മ്യൂസിക് ഡയസ് ഇവിടെ അവതരിപ്പിച്ചു. അതുപോലെ ബോംബെ ജയശ്രീ, ഇന്നത്തെ ബോംബെ ജയശ്രീ ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ടാലൻസ്, അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേദി കൊടുക്കുക. മഹാരാജപുരം സന്താനത്തിൻ്റെ മകൻ ശ്രീ രാമചന്ദ്രൻ, അദ്ദേഹത്തെ വലിയൊരു പാട്ടിന് മഹാരാജപുരത്തിൻ്റെ സന്താനത്തിൻ്റെ പിന്നിലിരുന്ന് പാടുന്ന ആളായിട്ട് പലരും അദ്ദേഹത്തെ ഗണിച്ചിരുന്നുള്ളൂ, കണക്കാക്കിയിരുന്നുള്ളൂ, കണ്ടിരുന്നു. അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് ആ കച്ചേരി ഇപ്പോഴും ഓർമ്മയുണ്ട്. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഹാള് പുതുതായിരുന്നു. ടൗൺ ഹാളിൽ ചില
ചിലർ പറയുന്നതെന്ന് വെച്ചാൽ പെരും മഴ പെയ്തു, അപ്പോൾ ആൾക്കാർ മഴ കൊള്ളാതിരിക്കാൻ ടൗൺ ഹാളിൽ കയറിയതാണെന്നായിരുന്നു തമാശയ്ക്ക് ഞങ്ങൾക്ക് പറയുന്നത്. പക്ഷെ അതല്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേദി ഒരുക്കി കൊടുക്കുക. ഇതിനു പുറമെ വളർന്നു വരുന്ന കുട്ടികൾ, കാരണം പലരും പറയുന്ന കുട്ടികളാണ് നാളത്തെ ഭാവി, നാളെയുടെ ഭാവി. അപ്പം അവർക്ക് മത്സര വേദി ഒരുക്കി അവരിൽ നിന്നും അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവരെ ആദരിക്കുക, അതൊരു തുടക്കം കുറിച്ചു. ഇന്നൊരു പക്ഷേ അത് വളരെ വളരെ മുന്നോട്ട് പോയിട്ട് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ തന്നെ നയിക്കുന്നതായ പല പല ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങൾ കാണുന്ന ആ ഔന്നത്യത്തിലേക്ക് അത് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ തുടക്കം മാത്രമായിരുന്നു. ചന്ദ്രനിൽ ആദ്യം മനുഷ്യൻ ഇറങ്ങിയപ്പോൾ ഇത് സ്മോൾ സ്റ്റെപ്പ് ഫോർ ഹ്യൂമൻ ബീയിങ് ബട്ട് എ ഗ്രേറ്റ് ലീപ് ഫോർ മാൻകൈൻഡ് എന്ന് പറയേണ്ടതുണ്ട്. അതുപോലെ അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളും ചെയ്തു എന്നുള്ള പ്രധാനത്തോടു കൂടിയാണ് ഈ 23ാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ കാരണം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ വക സംഗതികൾക്ക് നിങ്ങളടങ്ങുന്ന കോഴിക്കോട്ടെ പൗരാവലി, സഹൃദയ സദസ്സ്, കോഴിക്കോട്ടെ സജ്ജനങ്ങൾ, ഗുരുജനങ്ങൾ, ഇവരെല്ലാവരും അന്നും ഇന്നും അകമഴിഞ്ഞ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും തന്നു പോന്നിട്ടുള്ള ഒരു പ്രചോദനവും സഹകരണവും ഈ അവസരത്തിൽ കോഴിക്കോട്ടെ പൗരാവലിയോട്, നിങ്ങളോട്, സഹൃദയരോട്, സംഗീതത്തിലും മറ്റ് ലളിതകലകളിലും അങ്ങേയറ്റം ആസ്വാദ്യത കണ്ടെത്തുന്ന നിങ്ങളോട് സ്വാതി മ്യൂസിക് ഡയറക്ടറിൻ്റെ ഈ നന്ദി ഞാനിവിടെ പ്രത്യേകം പ്രസ്താവിക്കുന്നു. ഇന്ന് ഉദ്ഘാടനത്തിന് നമുക്ക് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. ശ്രീ ബാലമുരളി കൃഷ്ണയുടെ ശിഷ്യത്വത്തിൽ കർണാടക സംഗീതം അഭ്യസിച്ച് ആ വഴി പിന്തുടരുന്നുകൊണ്ടും അതേസമയം തന്നെ സവ്യസാചി എന്നതുപോലെ മറ്റ് വേറൊരു സംഗീത വിഭാഗത്തിൽ, ലളിത സംഗീതം, അതിലും സിനിമാ സംഗീതം, ഇങ്ങനെ പല പല വ്യത്യസ്ത മേഖലകളിൽ ഫലം നേടിയ, കസാല വലിച്ചിരിക്കാൻ എത്രയും യോഗ്യനായിട്ടുള്ള ശ്രീ ശരത്തിനെയാണ് ഇന്ന് നമുക്കിവിടെ ഇന്നത്തെ മുഖ്യ അതിഥിയായിട്ടും അതുപോലെ ഇന്നത്തെ കലാകാരനായിട്ടും ലഭിച്ചിരിക്കുന്നത്. ഇതൊരു സുഹൃതം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സംഗീത സഭയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ സംഗീതത്തിനല്ലാതെ പിന്നെ ആരായ എത്രയും